ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വളരെ തിരക്കിലാണ്. ഇന്ന് നിങ്ങൾക്കറിയാം, ഞാനിന്ന് നാട്ടിലോട്ട് തിരിച്ച് വരുന്ന ദിവസമാണ്. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ 24-ഉം 26-ഉം ട്രിവാൻഡ്രത്തും കൊച്ചിയിലും വെച്ച്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലോട്ട് വരുന്ന തിരക്കിലാണ്. അപ്പം മാർക്കറ്റ് കഴിഞ്ഞതേ ഉള്ളൂ, 6 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇത് ചെയ്തിട്ട് വേണം ഓടാൻ. വേണമെങ്കിൽ എനിക്കിത് സ്കിപ്പ് ചെയ്യാം, ഇല്ലേ? എനിക്ക് ബിസിയാന്ന് പറയാം. പക്ഷേ അതല്ലല്ലോ, അതങ്ങനല്ലല്ലോ. നമ്മൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? നിങ്ങളോട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എനിക്ക് നിങ്ങളോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഇല്ലേ? ആ കമ്മിറ്റ്മെൻറ്റ് നമ്മളെപ്പോഴും ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ ലൈഫിലായാലും ജോലിയിലായാലും നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാലും നമുക്കെപ്പോഴും നമ്മളൊരു ചെയ്യുന്ന പ്രവൃത്തിയോട് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. ആ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എത്ര പ്രതിസന്ധി ഉണ്ടായാലും നിങ്ങൾക്കറിയാം, നമ്മുടെ വീഡിയോ ഇതുവരെയായിട്ട് ഒരു ദിവസം പോലും നമ്മുടെ പ്രീ മാർക്കറ്റ് മുടങ്ങിയിട്ടില്ല, അല്ലേ? അത് നമ്മളെ ആദ്യം മുതലേ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാർ ഈ തമ്പനെയിൽ സാർ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള തമ്പനെയിലാണല്ലോ ഉണ്ടാക്കുന്നത്. ഇപ്പം പല ചാനലുകളിൽ ഇപ്പോൾ ഇതേമാതിരിയുള്ള തമ്പനെയിൽ കണ്ടു തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും എൻ്റെ വേ നിങ്ങൾക്കറിയാം. ഞാൻ എപ്പോഴും വീഡിയോ ചെയ്താലും എന്തൊരു കാര്യം ചെയ്താലും മറ്റുള്ളവരിൽ നിന്ന് ഒരു വ്യത്യസ്തത പുലർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യുന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിന് എത്രമാത്രം എഫേർട്ട് എടുത്താലും മറ്റുള്ളവരിലേക്ക് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്ന സംഭവം അത് മറ്റുള്ളവരേക്ക് കൺവേ ചെയ്യാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കും. അതിനുവേണ്ടി ഏതൊക്കെ വഴികളാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, ആ വഴികളൊക്കെ നമ്മൾ ഉപയോഗിക്കും. അതിലൊന്നാണ് ഈ തമ്പനയിൽ എന്ന് പറഞ്ഞാൽ. ഇപ്പം അത് ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. ഈവൻ നമ്മുടെ പി ആർ സുന്ദറിൻ്റെ തമ്പനയിൽ പോലും ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ വരാൻ തുടങ്ങി. അപ്പം അങ്ങനെ പലരുടെയും തമ്പനയിൽ കാണാൻ തുടങ്ങി. അപ്പം അത് നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയല്ലോ. അങ്ങനെ അതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. എപ്പോഴും നമ്മളൊരു മാറ്റം കൊണ്ടുവരുന്നുള്ളതാണ്. ഈ പഴയ കാല സംഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നെ നമുക്ക് വ്യത്യസ്തത എപ്പോഴും കൊണ്ടുവരണം. അതല്ലേ നല്ലത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പം പല ഉപമകളിലൂടെയും പഴയ പഴങ്കഥകളിലൂടെയും പഴഞ്ചൊല്ലുകളിലൂടെയൊക്കെ സംസാരിക്കാൻ കാര്യം, പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എത്രയും മാക്സിമം തട്ടി നിൽക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല വേറെ ഒന്നും കൂടെയല്ല. അപ്പം പറഞ്ഞ് നിരൂപിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞിട്ട് പോകണം. അപ്പോൾ മാർക്കറ്റ് ഇന്നലെ വീക്കിലി അനുസരിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു, ഇല്ലേ? മാർക്കറ്റ് വീണ്ടും ഒരു പക്ഷേ 25,500 വന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇന്നലെ ഓൾറെഡി കഥകളൊക്കെ വളരെ ഡീസൻ്റായിട്ട് പറഞ്ഞതാണ്. നമ്മുടെ മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് 25,687 അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സപ്പോർട്ടുള്ളതെന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു? ഒരു പ്രീവിയസ് സപ്പോർട്ട് കൂടെ ഉണ്ട്. നമ്മൾ വരച്ചിട്ടുണ്ട് ഡോട്ടഡ് ലൈൻ, അല്ലേ? ഈ പ്രീവിയസ് സപ്പോർട്ടാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് അടുത്തത് നമുക്ക് ഉള്ളത് പിന്നെ 25,500 ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കറക്റ്റായിട്ട് 25,500 വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു, അല്ലേ? ഇതേ പ്രീവിയസ് ഹിസ്റ്ററി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പ്രീവിയസ് ഹിസ്റ്ററി ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം ഇവിടുന്ന് റീബൗണ്ട് ചെയ്തതാണ്, റിക്കവർ ചെയ്തതാണ്, അല്ലേ? അപ്പം പക്ഷെങ്കിൽ അന്ന് സംഭവിച്ച മാതിരി ഒരു ഭീകര റിക്കവറി ഇവിടെ നടന്നില്ല. ഒരു ഭീകരമായ റിക്കവറി നടന്നില്ല. പക്ഷെ ഒരു റിക്കവറി സൈൻ കിട്ടി നമുക്കിവിടെ, അല്ലേ? മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നതിന് ശേഷം ഇവിടെ കുറേ നേരം കൺസോൾഡേറ്റ് ചെയ്ത് ഒരു ബോക്സ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഈ പാറ്റേൺ വരച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? ഒരു ബോക്സ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഈ കൂട് പൊട്ടിച്ച് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു? താഴോട്ടെങ്കിൽ താഴോട്ട്, മോളോട്ടെങ്കിൽ മോളോട്ട്, ഇല്ലേ? പക്ഷേ 25,500 സൈക്കോളജിക്കൽ സപ്പോർട്ടാണിത്. നമ്മൾ പണ്ട് തൊട്ടേ നമുക്ക് അറിയാവുന്ന കാര്യമാണിത്, ഇല്ലേ? നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ സൈക്കോളജിക്കൽ സപ്പോർട്ട് പൊട്ടിച്ച് ഇവിടെ ഒരു ബോക്സ് പാറ്റേൺ രൂപപ്പെട്ടു. ഈ ബോക്സ് പാറ്റേൺ പൊട്ടി താഴെ പോയാൽ താഴോട്ട്, അല്ല ഇത് ബ്രേക്ക് ചെയ്ത് മുകളോട്ട് പോകണമെങ്കിൽ മോളോട്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ വൈകുന്നേരം ഒരു 12-1 മണി വരെ മാർക്കറ്റ് എന്ത് ചെയ്തു? ഇതിനകത്ത് ഈ ബോക്സിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും 1, 2, ഏകദേശം അതിനടുത്ത് 2 വന്നു, 3 വന്നു, 4 പ്രാവശ്യം മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ബോക്സ് പൊട്ടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ പലപ്പോഴും ഗ്രൂപ്പിൽ എഴുതിയിട്ടുണ്ട്, ഈ സീലിംഗ് എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ സീലിംഗ് ആണോ ജിപ്സം സീലിംഗ് ആണോ നമുക്കിപ്പോൾ കണ്ടറിയാമെന്ന് പറഞ്ഞു മെസ്സേജ് ഒന്ന് ഇട്ടതിന് ശേഷം അപ്പോൾ തന്നെ ഇത് പൊട്ടിത്തെറിച്ച് മേലോട്ട് പോയി, ഇല്ലേ? നിങ്ങൾക്കറിയാം, എന്നെ കാണുന്ന നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം എന്തായാലും ജിപ്സം സീലിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലായി. മാർക്കറ്റ് ഇവിടുന്ന് പൊട്ടി മുകളിലോട്ട് പോയി. കൃത്യമായിട്ട് നമ്മൾ വരച്ച വര 25,624 പോയി ടെസ്റ്റ് ചെയ്തു മാർക്കറ്റ്, ഇല്ലേ? ടെസ്റ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്ത് വീണ്ടും ഒന്നുകൂടെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ സമ്മതിച്ചില്ല. അവിടുന്ന് വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് സാധനം നേരെ താഴോട്ട് പോയിരുന്നു. അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് നിങ്ങൾ കാണുന്നത് ഈ ബോക്സിനകത്താണ് ക്ലോസിങ്. പക്ഷെങ്കിൽ ഈ കൂട്ടിനകത്തല്ല ക്ലോസിങ്. ആക്ച്വൽ ക്ലോസിങ് 25,585 ഏകദേശം 30 പോയിന്റിന് മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്.
മനസ്സിലായി പറഞ്ഞേ. അപ്പോൾ അതൊരു ഒരു 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 ബുള്ളിഷ് സെറ്റപ്പ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു മാർക്കറ്റിൽ ഒരു അപ് ട്രെൻഡ് ഉണ്ട് എന്ന ഒരു വിശ്വാസമാണ് ആ 30 പോയിൻ്റ് ക്ലോസിംഗ് ബേസിസിൽ മുകളിൽ അത് പിന്നെ ക്ലോസ് ചെയ്തത്. വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത്, വെയ്റ്റഡ് ആവറേജിൽ ക്ലോസ് ചെയ്തത് 30 പോയിൻ്റ് അപ്പിലായപ്പോൾ ഒരു 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 മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ഒരു പിന്നെ വ്യഗ്രത കാണിക്കുന്നു എന്നാണ് നമ്മളതുകൊണ്ട് മനസ്സിലാക്കുന്നത്. എന്തായാലും ഞാൻ എപ്പോഴും പറയാറുള്ളവരെ, നമ്മൾക്ക് ഇത് മുന്നേ കൂട്ടി ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റത്തില്ല. ഓക്കെ, തലയ്ക്കും ഇത് വെള്ളം പൊങ്ങിയാൽ അതിന് മേളിൽ തോണി ഇറക്കാന്നുള്ളതല്ലാതെ നമ്മൾ മുന്നേ കൂട്ടി എല്ലാം കണക്കൂട്ടി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെയൊട്ട് നടക്കത്തുമില്ല. അങ്ങനെ കാണും എല്ലാം ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മളൊക്കെ ആരായിരുന്നു, കോടീശ്വരന്മാരായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ട്രെൻഡിനകത്ത് പോവുക, മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു അതിനനുസരിച്ച് അതിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കി ആ ചാർട്ടിൻ്റെ അല്ലെങ്കിൽ ക്യാൻഡലിൻ്റെ പാറ്റേൺ നോക്കി നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മുന്നേ കൂട്ടി ഞാനത് എടുത്തു വെച്ചു, അയ്യോ സാറേ പോയി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, ബുദ്ധിപൂർവ്വം ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ ട്രേഡിന് ഇറങ്ങി പുറപ്പെടരുതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. കൃത്യമായിട്ട് ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾ നോക്കണം. നോക്കിയതിന് ശേഷം ഞാൻ അടുത്തെന്താ പറഞ്ഞത്, ഇന്നത്തെ ലോ ആയിരിക്കണം നമ്മളുടെ ഏറ്റവും വലിയൊരു ബോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ ലോയും ബ്രേക്ക് ചെയ്തു ഇല്ലേ, ആ ലോ പല പ്രാവശ്യം ബ്രേക്ക് ചെയ്ത്, ഇന്ന് എക്സ്പയർഡ് തലേദിവസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി കളിച്ചാൽ മാക്സിമം പ്രീമിയം ഡീകേ ചെയ്യാൻ പറ്റും ഇല്ലേ. സെല്ലേഴ്സിന് മാക്സിമം പ്രീമിയം അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്ത് വാലുകളുടെ ഭയങ്കര, അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇത്രയും ഇവിടെ കിടന്ന് കൺസോൾട്ടേഷൻ നടത്തിയത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആടും തോറും എന്ത് സംഭവിക്കുന്നത്, പ്രീമിയത്തിൻ്റെ ഡീകേ വരും, അത് അവർക്ക് മുതലാവും. അതിനുശേഷമാണ് ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയത്. എങ്കിലും ഇപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് നമ്മളുടെ ഇന്ന് 25,500 നിന്നും 85 പോയിന്റ് മുകളിലാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നാളെ നമുക്ക് വീണ്ടും പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. നാളെ പറയാനുള്ള ഒറ്റ കാര്യം, ഈ ഹൈ ഈ 25,624 ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഈ കൂട്ടി തന്നെ വീണ്ടും കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കും. ഈ കൂട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, മാർക്കറ്റ് ഈ കൂട്ടിനകത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 25,500 ആയിരിക്കും നമ്മുടെ സപ്പോർട്ട്. ഓക്കെ, ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പണി പാളും. മാക്സിമം നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 25,453 ഒരു സപ്പോർട്ട് സോണായിട്ട് പറയാനുള്ളത്. അത് കഴിഞ്ഞ് താഴെ പോയാൽ പിന്നെ നമ്മുടെ കൈ നിൽക്കത്തില്ല സംഭവം. ഓക്കെ, പിന്നെ നമ്മൾ അടിവാരം കാണേണ്ടി വരും. പക്ഷേങ്കിൽ നാളെ നമുക്ക് തിരിച്ച് ഈ ബോക്സ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യണം. ഈ ബോക്സ് പാറ്റേൺ നമുക്ക് നാളെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യണം. ആക്ട് ചെയ്ത് 25,624 പൊട്ടണം. 25,624 പൊട്ടി നമുക്ക് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ 687 നമുക്ക് ബ്രേക്ക് ചെയ്ത് കിട്ടണം. അങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അപ്സൈഡ് കിട്ടാനുള്ള സാധ്യത. ഞാൻ ഇന്നും പറഞ്ഞു, മാർക്കറ്റ് നടന്ന് കയറി 687 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഷോർട്ട് കവറിങ് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ ഒന്നും നടന്നില്ല. ഓക്കെ, അവിടെ മേളിൽ 624 എത്തിയ ശേഷം അവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾ കണ്ടത്. അപ്പം നാളെ ഇനിയും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 624 മുകളിൽ പോകണം. ഇത് ഈ ബോക്സ് പാറ്റേൺ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യണം. ഓക്കെ, ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് കൺസോൾട്ടേഷൻ ആയിരിക്കും. നാളെ എക്സ്പയറി ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കളിച്ച് പ്രീമിയം ഒരുക്കാൻ നോക്കും. കഴിവതും നിങ്ങൾ നെക്സ്റ്റ് എക്സ്പയറിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാൻ. വേറെ കൂടുതൽ പറയാനില്ല. ബാക്കിയെല്ലാം നമ്മൾ വീക്കിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഹെവി വെയിറ്റ് സ്റ്റോക്കിനെ നോക്കാം. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തിൽ ആദ്യം നമുക്ക് റിലയൻസിനെ നോക്കണം. റിലയൻസ് നല്ലപോലെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. പക്ഷേങ്കിൽ അവസാനം ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു റിക്കവറി സൈൻ കാണിച്ചു അല്ലേ. മാർക്കറ്റ് നമ്മൾ 1397 ഞാൻ വരച്ചിട്ടേക്കുന്നത്. അവിടം വരെ ഒന്നും എത്തിയില്ല. മാർക്കറ്റ് അവിടുന്ന് രാവിലെ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം വന്നു തിരിച്ചൊരു റിക്കവറി സൈൻ കാണിക്കുന്നുണ്ട്. എന്തായാലും 1397 ആയിരിക്കും റിലയൻസിൻ്റെ പ്രധാനപ്പെട്ട സപ്പോർട്ട്. ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ പിന്നെ നമ്മൾ നോക്കണ്ട. ഇല്ലെങ്കിൽ ഇവിടുന്ന് റിക്കവർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങളിത് മനസ്സിൽ ഓർത്ത് വെക്കുക. അതുപോലെ HDFC ബാങ്ക് നല്ല റിസൾട്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. എങ്കിലും രാവിലെ ഒന്ന് കയറാൻ ശ്രമിച്ചു ഇല്ലേ. പക്ഷേങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് സാധനം എല്ലാവരുടെയും കൂടെ സാധനം താഴെ പോയി. ഇവിടെ ഒരു 919 എന്ന് പറഞ്ഞ സപ്പോർട്ടുണ്ട്. 919 ആ ഏരിയയിൽ വന്ന് HDFC ബാങ്ക് റിജക്റ്റ് ചെയ്തു. അപ്പോൾ തിരിച്ച് ഇവിടെ വീണ്ടും 919 വന്ന് ബ്രേക്ക് ചെയ്ത് താഴെ പോകുമോ, അതോ ഇത് മുകളിലോട്ട് പോകുന്നുള്ള മൊമെൻറ്റം, HDFC ബാങ്കിൻ്റെ മൊമെൻറ്റം നിങ്ങൾ നോക്കുക. അതിനനുസരിച്ച് വേണം നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ. ഇതിൻ്റെ ഇന്നലത്തെ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, ഒരു റെസൻസ് ഉണ്ട്, 940 എന്ന് പറഞ്ഞ റേഞ്ച്. ഈ 940 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ബാങ്ക് നിഫ്റ്റി നല്ല സ്ട്രോങ് ആയിരുന്നു, ഞാൻ പറഞ്ഞുതരാം. ICICI ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന് രാവിലെ അറിയാമല്ലോ റിസൾട്ട് മോശമായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഗ്യാപ് ഡൗൺ സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ റിക്കവറി സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പിന്നെ നമ്മുടെ ഐറ്റിയും ഇൻഫിയും ഫ്ലാറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇൻഫിയും 8 പോയിൻറ്റും TCS 43 പോയിൻറ്റ്. TCS കുറച്ച് ഡൗൺ ആണ്. ഇൻഫി അങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. നല്ല റിസൾട്ടായിരുന്നു. അപ്പം ഈ നെഗറ്റീവ് മൊമെൻ്റ് ആയതുകൊണ്ടാണ് ഇവരാരും പെർഫോം ചെയ്യാതെ നിൽക്കുന്നത്. അപ്പം
ഇന്ന് നാളെ മാർക്കറ്റ് പെർഫോം ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം IMF നമ്മുടെ ഇന്ത്യയുടെ പിന്നെ ഗ്രോത്തിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പറയുന്ന 7.3 നമ്മുടെ IMF നമ്മുടെ പിന്നെ ഇന്ത്യയുടെ ഗ്രോത്തിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ Q3 ആൻഡ് Q4 റിസൾട്ടുകളും അടിപൊളി റിസൾട്ടുകളായിരിക്കും. നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള പിന്നെ റിസൾട്ടുകളായിരിക്കും വരുന്നതെന്നാണ് പിന്നെ നല്ല സ്ട്രോങ്ങസ്റ്റ് മൊമെൻറ്റം ആയിരിക്കും എന്നാണ് പിന്നെ IMF കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ്നെസ് കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പറയുന്ന FIS മുടിഞ്ഞ ഷോട്ടാണ്. ഇന്നത്തെ ഡേറ്റ വന്നില്ല, വരുമ്പോൾ നമുക്കറിയാം ബാക്കി എന്താ കളികളെന്നുള്ളത്. ഓക്കെ, അപ്പം ആ ഡേറ്റ വരുമ്പോൾ ഞാൻ എയർപോർട്ടിലാണെങ്കിലും ഞാൻ ആ ഡേറ്റ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും ഡേറ്റയോട് നിങ്ങൾ നോക്കുക, നാളത്തെ മൊമെൻറ്റം നോക്കുക. മൊമെൻറ്റം നോക്കി മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇച്ചിരി സ്ട്രോങ് ആയിരുന്നു അല്ലേ, കൃത്യമായിട്ട് നമ്മളുടെ ലെവലിനകത്തിലാണ് കിടന്ന് കളിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുക 559,985 ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ബ്രേക്ക് കഴിഞ്ഞാൽ നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം 60,000 വരെ, 60,000 മുകളിൽ വരെ നമുക്ക് കിട്ടാനുള്ള 60,300 വരെ കിട്ടാനുള്ള സാധ്യത നമുക്ക് ഉണ്ട്. ഓക്കെ, അടുത്തത് വേറെ കൂടുതലൊന്നും പറയാനില്ല. മിഡ് ക്യാപ്പ് ഇന്ന് പെർഫോം ചെയ്യേണ്ടതാണ്, നല്ല പെർഫോം രീതി ചെയ്യേണ്ടതാണ്. ആ ലാസ്റ്റ് മൊമെൻറ്റ് നല്ലപോലെ ഒരു അപ്സൈഡ് പോയി. പക്ഷേ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSE ഒറ്റ ഒരാളാണ് ഈ മിഡ് ക്യാപ്പിനെ താഴോട്ട് കൊണ്ടുവന്നത്. കണ്ടോ, BSE നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഇതിനകത്ത് വന്നു. ഇനിയിപ്പോൾ നാളെ BSE ഒന്ന് സഹകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, മിഡ് ക്യാപ്പിനകത്തൊരു അപ്സൈഡ് നമുക്ക് കിട്ടത്തുള്ളൂ. അത് അങ്ങനെ ഒരു വരവ് പ്രതീക്ഷിക്കുന്നു വിചാരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ HDFC AMCയും കോഫോർജൊക്കെ അടുത്ത ദിവസങ്ങളിൽ റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഷോർട്ട് കവറിങ് മേ ബി നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ കോഫോർജിലും പ്രൊസസ്സൻസസ് ഒന്നും പെർഫോം ചെയ്തില്ല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ഈ ഹീറോ മോട്ടോകോപ്പ് ഒഴിച്ച് ഡിക്സൺ ഒന്ന് ചാർജായി വരുന്നുണ്ട്. പക്ഷേ ഇത്രയൊന്നും പോരാ. 222 എന്ന് പറയുന്നത് ചെറിയ സംഖ്യയാണ്. മിനിമം ഒരു 500 കയറിയെങ്കിൽ ഡിക്സണൊക്കെ ഒരു മൊമെൻറ്റം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ബാക്കിയുള്ളവരെല്ലാം നെഗറ്റീവ് മൊമെൻറ്റ് വരും. അപ്പോൾ ഇവരൊക്കെ നാളെ ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് പറക്കും. അറ്റ്ലീസ്റ്റ് BSE എങ്കിലും നിന്നാൽ മതി. BSE എങ്കിലും ഒന്നൊരു മൊമെൻറ്റം ഈ പറയുന്ന പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു റിക്കവറി സൈൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡ് ക്യാപ്പ് നാളെ പറക്കും. ലെവലുകളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട്. ഇതാ നോക്കുക, ഈ കറക്റ്റ് നമ്മളുടെ ഈ ലെവലുകൾ 587 പൊട്ടി താഴെ പോയാൽ താഴോട്ട്, ഇല്ല 600 എടുത്തിട്ട് പൊട്ടി മേലോട്ട് കയറിയാൽ മുകളോട്ട്. ഇത്രയൊക്കെ ഉള്ളൂ, കൂടുതൽ പറയാനില്ല. കാരണം ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും നിങ്ങൾ നാളെ രാവിലെ ചിലപ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെയാണ് രാവിലെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് നാളെ രാവിലെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. എല്ലാവരോടും സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. നിങ്ങളുടെ ലാഭം, നിങ്ങളുടെ നഷ്ടം അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.